ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയ വ്ളോഗായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതുവരെ ഷോർട്സ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നാണ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തോ സ്പെഷ്യൽ വ്ളോഗാണ്. ഒരുപാട് സന്തോഷവും അതുപോലെ കുറച്ച് സങ്കടവും. ഒരുപാട് സന്തോഷമുണ്ട്, എന്നാൽ കുറച്ച് സങ്കടവും കൂടെ ഉള്ള ഒരു ചെറിയൊരു വ്ളോഗ്. വേറെ ഒന്നുമല്ല, ഇന്ന് എൻ്റെ ഉമ്മയുടെയും വാപ്പാടെയും 27ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഞങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ ഒരു സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് വീട്ടിൽ നിന്ന് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു ഈവനിങ് 4-5 ആ ടൈമൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അങ്ങനെ പോവാണ്. ഒന്നുമല്ല, ഇതുവരെ അങ്ങനെ സർപ്രൈസൊന്നും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടൊരു സർപ്രൈസ് കൊടുക്കുമ്പോൾ നിങ്ങളും കൂടെ അറിയട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് ഒരു ചെറിയ വ്ളോഗാണ്. ഒരുപാട് വലുതായിട്ടോ നീട്ടി അങ്ങനെയൊന്നും പോയിട്ടില്ല. ഒരു ചെറിയൊരു വ്ളോഗ് അത്രയേ ഉള്ളൂ. ഒരു ഈവനിങ് ആയതുകൊണ്ട് വിചാരിച്ചൊരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വീട്ടിലോട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ചായ കുടിക്കാനായിട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ഷോപ്പിലോട്ടാണ് ഞങ്ങൾ പോയത്. എൻ്റെ കടൽ ഫേവറേറ്റ് ഷോപ്പ് തന്നെയാണ്. ഞങ്ങൾ സ്ഥിരം എങ്ങോട്ട് പോയാലും ഞങ്ങൾ ഇവിടെ നിന്ന് ചായയും സ്നാക്സും ഒക്കെ കഴിച്ചിട്ടൊക്കെ പോകാറുള്ളൂ. അപ്പോൾ പിന്നെ അതുവഴി വീട്ടിലോട്ട് പോകുന്നതുകൊണ്ട് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഈ ചൂട് സമയത്തും ചായ വിട്ട് ഒരു കളിയില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്ക് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞങ്ങൾ ചായയും സ്നാക്സും ഒക്കെ വാങ്ങിച്ച് കഴിച്ച് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. വേറെ ഒന്നുമില്ല, അത്ര തന്നെ. പിന്നെ ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ അവിടെ ഉള്ളത് ഞാൻ വീഡിയോസ് ഇടാം. അപ്പോൾ ഓക്കെ. ഹലോ ഗൈസ്, ഞാനിപ്പം എൻ്റെ വീട്ടിലെത്തി. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി പതുക്കെ പറയാൻ വീട്ടിലാകണ്ട. ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇത് എടുത്തില്ല. വരുമ്പോൾ തന്നെ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം കഴിഞ്ഞ് ഇപ്പോൾ കൊടുക്കണ്ട, ഇറങ്ങാൻ നേരത്ത് കൊടുക്കാം. അപ്പം നമ്മളിപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള രീതിയിൽ പിന്നെ ഇറങ്ങാൻ നേരത്ത് കൊടുക്കേണ്ടത് സർപ്രൈസ് ആവില്ല എന്ന് വിചാരിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ വലിയ സൈറ്റായിട്ടെത്തി. അപ്പം വീഡിയോ കാണാം. വരാനില്ല. അടിപൊളിയായിരിക്കും. സമാധാനമായി, സന്തോഷം. അപ്പം നമ്മൾ ചെറിയ വീഡിയോ ഒക്കെ കഴിഞ്ഞു. ചെറിയൊരു വ്ളോഗായിരുന്നു. കഴിഞ്ഞ് നമ്മൾ വീട്ടിലൊക്കെ ഫ്രഷായി ഓക്കെ ആയി. അപ്പം ചെറിയൊരു വീഡിയോ ആയിരുന്നു. എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഒരുപാട് സന്തോഷമായി. ഒരുപാട് വെഡ്ഡിങ് ആനിവേഴ്സറി കഴിഞ്ഞെങ്കിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത്, സർപ്രൈസൊക്കെ കൊടുക്കുന്നത്. നമുക്കൊക്കെ ഒരുപാട് സർപ്രൈസ് കിട്ടിയാലും അവർക്കൊക്കെ കൊടുക്കാൻ നമ്മളാരും കൊടുക്കില്ല, ഓർക്ക് പോലും ഇല്ല. അപ്പം ഇന്ന് ആദ്യമായിട്ടൊന്ന് സർപ്രൈസ് ചെയ്തതാണ്. ഒരുപാട് സന്തോഷം. ഉമ്മാക്ക് സന്തോഷമായി. വാപ്പയുടെ നാട്ടിലില്ലാത്തതുകൊണ്ട് ഉള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. എങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയാക്കായിരുന്നു തോന്നും. കുറച്ചും കൂടെ സെറ്റായിരുന്നേ. ഒരു കേക്ക് കട്ടിങ്ങും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. വാപ്പ ഇല്ലാത്തതുകൊണ്ട്, അടുത്തില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു സർപ്രൈസ്, ഒരുപാട് വലുതൊന്നുമല്ല, നമ്മളിൽ ഒതുങ്ങുന്ന ഒരു ചെറിയൊരു സർപ്രൈസ് കൊടുത്ത് സന്തോഷമാക്കി. അത്രേ
നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.